നമ്മൾ സ്ഥിരം കഴിക്കുന്ന സാമ്പാർ ഒരു മിസ്റ്റേക്ക് വഴി ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും ഒരു VVIP ഗസ്റ്റിന് വേണ്ടി. ലോകം മൊത്തം അറിയുന്ന ആ കഥ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. 1681 ഛത്രപതി ശിവാജിയുടെ മൂത്ത മകൻ സാംബാജി തഞ്ചാവൂർ വന്നപ്പോൾ അവിടുത്തെ റോയൽ കിച്ചണിൽ ഒരു പ്രശ്നം ഉണ്ടായി. അവർക്ക് പുള്ളിക്ക് വേണ്ടി MT എന്നുള്ള ഒരു മറാത്തി ദാൽ കറി ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അത് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കോക്കം. അതായത് അവരുടെ നാട്ടിൽ പുളിക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോക്കം. അത് അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ലോക്കലായി കിട്ടിയ ഒരു പുളി ഉപയോഗിച്ച് ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കി. അവരുടെ ഗസ്റ്റിൻ്റെ പേരായ സാംബാജിയിൽ നിന്ന് ഇൻസ്പയറായി ആ ഡിഷിന് സാമ്പാർ എന്ന് പേരിട്ടു. കേൾക്കാൻ നല്ല രസമുള്ള കഥയാണല്ലേ? എന്നാൽ ഇതല്ല സത്യം. അത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. 17th സെഞ്ച്വറിയിൽ റോയൽ കിച്ചണിൽ തന്നെയാണ് സാമ്പാർ ഇൻവെൻറ്റ് ചെയ്തത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 150 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1517 കാലഘട്ടത്തിൽ കൃഷ്ണദേവരയ്യ എഴുതിയ അമുക്തമാല്യാഡ എന്ന കവിതയിൽ എങ്ങനെയാണ് സാമ്പാറിനെ പറ്റി പരാമർശിക്കുന്നത്? ആ കവിതയിൽ ഒരു ഭാര്യ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഭർത്താവിന് സാമ്പാറിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുത്തുവിടുന്നതായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറാത്തികൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ സാമ്പാറുണ്ട്. കർണാടക, ആന്ധ്ര, തമിഴ്നാട്, കേരള ഇവരാരും ഇത് കണ്ടുപിടിച്ചതല്ല. പകരം അവരുടെ സ്റ്റൈലിൽ അവരിത് ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൽ നമ്മൾ തേങ്ങയും മുരിങ്ങയൊക്കെ ഇട്ടുണ്ടാക്കും. മറ്റ് ചിലയിടങ്ങളിൽ മസാലയും മധുരമൊക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കും. സാമ്പാറിന് ഒരു ഒറിജിനൽ റെസിപ്പി ഇല്ല. അത് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണ്. മൈഗ്രേഷൻ്റെയും ഓരോ ഭക്ഷണത്തിൻ്റെയും പിന്നിൽ പല കഥകളും ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് സാമ്പാർ.